ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന റേഷൻ അരിയില്ലേ, റേഷൻ അരി കൊണ്ട് നല്ലൊരു അരിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവർ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണേ. എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിട്ടത് ചൂടായി വരട്ടെ. ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് റേഷനരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റേഷനരി നല്ല പോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ അരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ അരി ഉണ്ടയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിനി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത്. ഇത് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എന്തായാലും എടുക്കും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ചീനിച്ചട്ടിയിലോട്ട് നമ്മൾ അരി എടുത്തതിൻ്റെ പകുതി കടല എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കടലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചുമന്ന കടല വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ സാധാരണ കറി വെക്കാൻ ഉപയോഗിക്കുന്ന കടല തന്നെയാണ്. അപ്പോൾ ഞാൻ വെള്ള കടലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ കടല പൊട്ടി വരില്ലേ, ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ കടല വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതും കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മൾ ചെയ്യണം. കടല വറുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മുടെ അരിയും നമ്മുടെ ഈ കടലയും നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം ഞാൻ അരിയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അരിയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അരി പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ അരി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ക്ലീൻ ആക്കിയിട്ട് വേണേ നമ്മളതിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഈ അരിയൊക്കെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ കടലയും പൊടിച്ചെടുക്കണം. അപ്പോൾ കടലയും ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ നമ്മൾ പൊടിച്ചിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. രണ്ടും ഒരുപോലെ ആവുന്ന രീതിയിൽ നമ്മളിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തവി ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ കുറച്ച് നേരം എല്ലാം മധുരവും നമ്മുടെ അരിപ്പൊടി എല്ലാം കൂടി ഒന്ന് കൂടിക്കലരുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപോലെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവസാനമായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പകുതി തേങ്ങ ഇട്ടിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടാതെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതായത് വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി, ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. പിന്നെ അര സ്പൂണ് നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഉപ്പ് നമ്മൾ ശകലം ഇട്ടാൽ മതിയേ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മിക്സ് ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അര ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ച തേങ്ങയില്ലേ, അതും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിയുണ്ട ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പോൾ നമ്മുടെ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മളിത് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കണേ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പോലെ ഇത് ഉണ്ടകളാക്കി എടുക്കാൻ പറ്റും. ചെറുതായിട്ട് നമ്മുടെ ശർക്കരയൊക്കെ ജസ്റ്റ് ഒന്ന് മെൽട്ടാകുമ്പോൾ നമുക്കിത് നല്ല പോലെ ബൗൾസ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇത് ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബോൾസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വൈകിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചായക്കടിയായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വിഭവം. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു വിഭവം ഉണ്ടാക്കി നോക്കണേ. നമ്മളെപ്പോഴും ബേക്കറി ഐറ്റംസൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതല്ലേ നമ്മുടെ ഹെൽത്തിനും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.